ഹായ് ഓൾ. അപ്പോൾ എല്ലാവരും എന്നെ അറിയാവുന്നവർ ചോദിക്കുന്നതാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ചേച്ചി ബിടെക്കൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ വന്നത്, ഫാഷൻ ഡിസൈനർ ആയത്, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എനിക്ക് എന്നും ഇഷ്ടമുള്ള ഫീൽഡും പാഷനും എല്ലാം ഇത് തന്നെ ആയിരുന്നു. പക്ഷേ അന്നൊന്നും, അതായത് 2007 ഞാൻ +2 പാസ് ഔട്ട് ആയത്, 2011 ബിടെക്. ആ ടൈമിലൊന്നും ഈ ഫീൽഡിനൊന്നും അത്രയും അക്സെപ്റ്റൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒന്നുകിൽ ഡോക്ടറാണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണോ, ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും വീട്ടിലാണെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ആവണം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സൈഡിൽ ഇതും പഠിച്ചോ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരുടെയും ആഗ്രഹം പോലെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എൻ്റെ മാരേജൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഫുള്ളായിട്ടും എന്നെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ചേട്ടൻ്റെ ഫീൽഡും കരിയറും എല്ലാം കളഞ്ഞിട്ടാണ് ചേട്ടൻ ഫുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇതിൽ നിൽക്കുന്നത്. ഇത് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകൾ കാണും, അവരുടെ അടുത്ത് എനിക്ക് റെസ്പെക്റ്റും ഉണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്കൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഫുൾ സപ്പോർട്ടിൽ രാവും പകലും 24 hours എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ചേട്ടൻ. എന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാനാണെങ്കിലും കസ്റ്റമർ ഡെലിവറിക്കാണെങ്കിലും അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് കുഞ്ഞിലേ മുതലേ പാഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സുകളെല്ലാം അമ്മ ഇത് കണക്ക് മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് അവിടെ നിന്ന് പല മെറ്റീരിയൽ എടുത്തിട്ട് എനിക്ക് നോർമലി സ്റ്റിച്ച് ചെയ്യുന്നതായിരുന്നു. അല്ലാതെ ഒരു പെട്ടെന്ന് പോയി റെഡിമെയ്ഡ് എടുക്കുന്ന ടൈപ്പ് ഡ്രസ്സേ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെ ഞാൻ പഠിച്ചാലും, ട്യൂഷനാണെങ്കിലും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ എല്ലാവരും എൻ്റെ ഡ്രസ്സ് നോട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെനിക്ക് കോൺഫിഡൻസ് തന്നു. അപ്പോൾ എൻ്റെ പാഷനും കോൺഫിഡൻസും എല്ലാം കൂടെ വന്ന് എത്തിയത് പ്രധ്വനയിലാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിന് തന്നെയാണ്. കാരണം എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്, പാഷനും ഉണ്ട്, അതുപോലെ തന്നെ കയ്യിൽ ക്യാഷും ഉണ്ടായിട്ട് പോലും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ പാഷനെ തന്നെ പ്രൊഫഷനാക്കി നമുക്ക് അധികം ബോറടിക്കാതെ വർക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റും. അതെല്ലാവർക്കും കിട്ടുന്ന ലക്കല്ല. എനിക്കെന്തായാലും അങ്ങനെ ഒരു ലക്ക് കിട്ടിയതിന് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. കാരണം ഞാൻ ഓരോ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോഴും കസ്റ്റമറുടെ ഹാപ്പിനെസ് കാണുമ്പം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിലും അതിനെ തന്നെ മാക്സിമം പ്രൊഫഷനാക്കാൻ നോക്കണം. അപ്പം ജീവിതം ബോറടിക്കാതെ തന്നെ മുന്നോട്ട് പോകും. ഇനി പ്രധ്വന എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം.